Hello my dear friends, M3D Tech എപ്പോക്സി റഷ്യൻ ആർട്ട് ഒരു ടേബിളാണ് നമ്മളിന്ന് കാണിക്കുന്ന ഈ വീഡിയോയിൽ. ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് M3D ടെക്കറിലൂടെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വീഡിയോസ് ചെയ്യുന്നതിൽ നിന്ന് കേരളത്തിലല്ല ഒത്തിരി സ്ഥലങ്ങളിൽ ഒരുപാട് മേക്കിംഗ് വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു റിക്വസ്റ്റ് ഞാൻ ചെയ്യുകയാണ്, നിങ്ങൾ അങ്ങനത്തെ ഒരു മേക്കിംഗ് വീഡിയോയൊക്കെ സപ്പോർട്ട് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ മേക്കിംഗ് വീഡിയോകൾ ചെയ്യുന്നവർ ഒരുപാട് മെനക്കെട്ട് സമയം കളഞ്ഞു അത് ചെയ്യുന്നതിന് വേണ്ടി അവർ ഒത്തിരി ശ്രമം നടത്തിയാണ് വീഡിയോസൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ റഷ്യൻ ആർട്ട് ടേബിൾ നമ്മൾ ചെയ്ത് ഒരുപാട് റഷ്യൻ വർക്കും ഒരുപാട് BOP കിപ്സത്തിൻ്റെ വാൾ പാനൽ സീലിംഗ് ഒത്തിരി ഇത് മാക്സിമം കഴിയാവുന്നത്രയും നമ്മൾ ഒരുപാട് നല്ല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ ഈ വർക്ക് എങ്ങനെ ചെയ്യാം എന്ന് നിങ്ങൾ കാണിക്കുന്നുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാച്ചുറലായിട്ട് ഇത് പഠിച്ചാണ് നമ്മൾ ചെയ്യുന്നത്, മറ്റുള്ള ഓൺലൈനല്ല. നമ്മൾ ബൾക്ക് ഓർഡറുകൾ മുതലെയാണ് നമ്മൾ എടുത്ത് വർക്ക് ചെയ്യുന്നത്. ഓർഡർ അനുസരിച്ച് ഈ വർക്ക് ടേബിൾ അത്യാവശ്യം ആഗ്രഹിക്കുന്നവർക്കും അല്ലാതെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓൺലൈനിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് എപ്പോക്സിങ് ടേബിൾ അല്ലാതെ എപ്പോക്സിങ്ങിൻ്റെ 3D ഫ്ലോറിംഗ് ഉണ്ട്, ബാത്റൂം, കിച്ചൺ, അങ്ങനെ ഇതിന് ലിങ്ക് കാണാത്തവരതിന് മുമ്പുള്ള ലിങ്ക് എടുത്ത് കാണുക. വാൾ ക്ലോക്ക്, ക്രാഫ്റ്റ് വർക്ക്, നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള വർക്കുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എങ്ങനെയാണ് നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ വീഡിയോസിന് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം മാക്സിമം. ഇന്ന് പെട്ടെന്ന് മറ്റുള്ള വീഡിയോസെ പോലെ അല്ല, ഒരുപാട് വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്നത് പോലെ ഇത് ഒരുപാട് മേക്കിംഗ് വീഡിയോയിൽ ഒരുപാട് ഓപ്പണായിട്ട് തന്നെ പറയുമല്ലോ കഷ്ടതകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പം അതിനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും, അല്ലാതെ വർക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കും. ഇതുപോലത്തെ വർക്കൊക്കെ നമുക്കത് വീഡിയോസിൽ ഒരുപാട് ചെയ്യുന്ന വർക്ക്. ഇതിപ്പം മാക്സിമം ഈ വർക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു 7 ഡേയ്സ് നമുക്ക് മാക്സിമം ആയിട്ടുണ്ട്. ഒറ്റയടിക്ക് ചെയ്തെടുക്കുന്ന വർക്കല്ല ഇത്, പതിയെ അതുപോലെ നമ്മൾ കട്ട് ചെയ്തും എഡിറ്റ് ചെയ്തൊക്കെ ഓപ്പണായിട്ട് പറയല്ലോ, എഡിറ്റ് ചെയ്താണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വർക്ക് താല്പര്യപ്പെടുന്നവർ നിങ്ങളൊരു ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറയുന്ന കാരണം എന്ന് വെച്ചാൽ ഈ വർക്കിൻ്റെ പുറകിൽ ഇതുപോലത്തെ ഈ വർക്കേഴ്സ് ഒരുപാട് നമ്മുടെ കൂടെ ഇരിക്കുന്നവർക്ക് രക്ഷപ്പെട്ടു പോകാനും കുറച്ച് പേർക്ക് എങ്കിലും ഇതിനുള്ള പണികൾ കൊടുക്കാനും, ഇന്ന് എത്രയോ പേര് വയ്യായ്മയിലുള്ളവരൊക്കെ ഉണ്ട്. അതുപോലുള്ളവരൊക്കെ പഠിപ്പിച്ചെടുത്ത് നമ്മൾ ഈ പണി നമ്മൾ ചെയ്യിപ്പിക്കാനുള്ളതും അവരുടെ കുടുംബങ്ങളും കഴിഞ്ഞു പോട്ടെ എന്ന് ഓർത്താണ്. അപ്പോൾ അതിനെ ഓർത്തെങ്കിലും നിങ്ങൾ ഇതുവരെ ഞാൻ ഏതൊരു വീഡിയോയിലും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. പക്ഷേ ഇങ്ങനത്തെ ഒരു മേക്കിംഗ് വീഡിയോ ഒന്നും ആരും മെനക്കെട്ട് കാണത്തില്ല. അതിനെക്കുറിച്ച് അറിയാതെ കാരണം കൊണ്ട് തല്ലിക്കളയും. നിങ്ങളങ്ങനെ തല്ലിക്കളയരുത്. അപ്പോൾ നിങ്ങൾ പലർക്കും ഷെയർ ചെയ്യുമ്പം നമുക്ക് സബ്സ്ക്രൈബ് ഇല്ലെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു വ്യക്തി ഇല്ലെങ്കിൽ ഒരു വ്യക്തി ഇത് ഓർഡർ ചെയ്യൂ. കാണാൻ ഇഷ്ടപ്പെടുന്നവർ ഓർഡർ ചെയ്യുമ്പം അതിലൊരു ജീവിതമാർഗം ഇതുകൊണ്ടൊരു പല കുടുംബങ്ങൾ ഇതിൻ്റെ പുറകിലിരിക്കുന്നവർ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ രക്ഷപ്പെട്ടു പോകാം. ഇത് വലിയ ലെവലിൽ തന്നെ കൊണ്ടുപോകണമെന്നുള്ള ഒരു ആഗ്രഹങ്ങൾ ഇതിനു മുമ്പ് എത്രയോ വർഷങ്ങളായിട്ട് ചെയ്യുന്നു. നമ്മളിപ്പം ചാനൽ തുടങ്ങിയിട്ട് ഈ മാസം ജൂൺ മാസത്തോടു കൂടി നമുക്ക് ഒരു കൊല്ലമായി. ഒരു കൊല്ലമാകുമ്പോൾ നമുക്ക് അത്രയും സബ്സ്ക്രൈബും കാര്യങ്ങളും നമ്മൾ വർക്ക് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഒരുപാട് പഠിക്കുന്നവർ പഠിച്ച് ഇതിൻ്റെ കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് പോവുകയും ഒരു വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നല്ല വർക്കാണ്. പല വീഡിയോയിലും എല്ലാവരെയും പഠിക്കണമെന്ന് പറഞ്ഞു, പക്ഷേ ആരും റെസ്പോൺസ് ചെയ്യാതെ കാരണം കൊണ്ട് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പം സംസാരിക്കുന്നില്ല. അത് ഓരോരുത്തരുടെ താല്പര്യമാണ്. അങ്ങനെ താല്പര്യപ്പെടുന്നവർ കോൺടാക്ട് ചെയ്യുക, ലിങ്ക് എടുത്ത്. വീഡിയോ കാണാത്തവർ ഇതിനു മുമ്പുള്ള വീഡിയോകളൊക്കെ എടുത്ത് കാണണം. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻറ്റ് സെക്ഷൻ. ഇന്നേ വരെ നമുക്കൊരു കമൻറ്റ് സെക്ഷനിൽ ഒരു കാര്യങ്ങളോ ഇതുപോലത്തെയൊക്കെ നമുക്ക് വന്നിട്ടില്ല.
അപ്പം ഈ വീഡിയോസ് ഒത്തിരി പറയാനില്ല. വീഡിയോസ് നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും പറയാം, ഷെയർ ചെയ്ത് കൊടുക്കുമ്പം പല വ്യക്തികളിലോട് നമ്മൾക്ക് എത്തിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ബിസിനസ്സും കൂടി നടക്കും. നിങ്ങൾ ഈ തല്ലിക്കളയാതെ ഈ പ്രാവശ്യം എത്രയോ വീഡിയോ ചെയ്തല്ലോ ഞാൻ പറഞ്ഞിട്ടില്ല. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരുപാട് മെനക്കെടും കാര്യങ്ങളും ഈ വീഡിയോസ് ചെയ്യാൻ ഉണ്ട് അല്ലേ. പണി ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് 3D ഫ്ലോറിംഗ് ഉണ്ട്, എല്ലാം എപ്പോക്സിങ് ആർട്ട്, റഷ്യൻ ആർട്ടിൽ ഒരുപാട് വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. അടുത്തടുത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യും. ഇപ്പം സൈറ്റ് വർക്കും കാര്യങ്ങൾ കാരണം കൊണ്ടാണ് നമുക്കിത് വീഡിയോസ് ചെയ്യാൻ പറ്റാതെ പോകുന്നുള്ളൂ. ഇടയ്ക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് കാരണം സൈറ്റിൽ പോയാലും ഇതുപോലെ നമ്മൾ വീഡിയോസ് കാണിക്കുന്നുണ്ട്. നമ്മൾ വീഡിയോ എടുക്കുകയും വർക്ക് ചെയ്യും രണ്ടും കൂടി പറ്റാതെ കാരണം കൊണ്ടാണ് നമ്മൾ അത് വീഡിയോസ് അങ്ങ് വെച്ചിട്ട് നമ്മൾ എടുത്ത് കഴിയുമ്പോൾ വീഡിയോസ് പുറത്താക്കുന്നത്. ഇത് നമ്മൾ നാച്ചുറലായിട്ട് പലർക്കും പല തെറ്റിദ്ധാരണയിലുണ്ട്. ഇതിനെക്കുറിച്ച് അറിയാത്തവർ പറയും ഇതൊക്കെ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നതിനൊക്കെ. അപ്പോൾ അങ്ങനെയല്ല, നാച്ചുറലായിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് മാത്രം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, മറ്റുള്ളവരുടെ വീഡിയോ ഇല്ല. അതുപോലെ അത് കാരണം കൊണ്ട് മുഖം കാണിക്കുകയും നമ്മൾ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവർ വർക്കോ ഇത് വേറെ ഉള്ളവരുടെ വീഡിയോ ആണൊക്കെ. ഇത് നമ്മൾ തന്നെ ചെയ്യുന്ന വീഡിയോ. കേരളത്തിൽ നമുക്ക് മണ്ണടിശാല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഓർഡർ അനുസരിച്ച് നമുക്ക് ഓൺലൈനിലും സപ്ലൈ ചെയ്യാം. താല്പര്യപ്പെടുന്നവർ കോൺടാക്റ്റ് ചെയ്യുക. ഏത് ഡിസൈൻ വേണമെങ്കിലും ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അടുത്തടുത്ത വീഡിയോ ചെയ്യുമ്പം നിങ്ങളിത് കാണുമായിരിക്കും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിന്. പിന്നെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, പക്ഷേ എങ്ങനെയാണെന്ന് അറിയുന്നില്ല. അവരുടെ വീഡിയോ എല്ലാം കാണുക. നിങ്ങൾ അവരെയും കൂടി സപ്പോർട്ട് ചെയ്യണം. ഒരാളെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നതല്ല, എല്ലാവരെയും കൂടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇന്ന് വരും കാലങ്ങളിൽ കംപ്ലീറ്റ് എല്ലാ റഷ്യൻ ആർട്ടിലുള്ളതായിരിക്കും. ഒരു പാത്രം പോലും ഒരു ചെറിയ പാത്രമാണെങ്കിൽ ഇതേ കൂടി ഇരിക്കും. പക്ഷേ ഇത് ലൈഫ് ലോങ് ആണ്. ഒരു 100 കൊല്ലം ആയാലും ഇത് പൊട്ടിപ്പോകത്തില്ല. മരവോ തടിയോ അല്ല വുഡ് കൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. വുഡിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ MDFിലൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ലൈഫ്. അതിനെന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾ തിരികെ കൊടുക്കാം. അത് കമ്പനി ഏർക്കും. നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഓൺലൈനിലോ ഡയറക്റ്റായിട്ട് സപ്ലൈ ചെയ്യുന്ന സാധനങ്ങളിൽ ചെറിയ കംപ്ലൈൻ്റ് ആണെങ്കിലും നമ്മളത് പരിഹരിക്കും. ഇല്ലെങ്കിൽ അതിന് റിട്ടേൺ ആയിട്ട് വേറെ കൊടുക്കും. അപ്പോൾ അത്രയ്ക്കാണ് നമ്മൾ ഗ്യാരണ്ടിയോടുകൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മാക്സിമം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫ്രണ്ട്സുകൾക്കും അറിയപ്പെടുന്നവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നതിന് ഞങ്ങളോട് പറയുന്നു. പറഞ്ഞ പോലെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും സമയം കളഞ്ഞ് വീഡിയോസ് ഇത് കാണാൻ ആൾക്കാർക്ക് സമയമില്ല. അതുപോലെ ഇതുപോലത്തെ തന്നെ ഒരുപാട് നമ്മൾ നല്ല വീഡിയോസ് ചെയ്തു. അത് യൂട്യൂബ് മറ്റുള്ളവരുടെ വീഡിയോ പോലെയാണ്. നമ്മൾക്ക് ഇപ്പം ചില മ്യൂസിക്കുകളൊക്കെ ആഡ് ചെയ്യുമ്പം വേറെ ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് എടുത്ത് ചെയ്യുമ്പോൾ അത് കോപ്പിറൈറ്റ് അടിച്ച് അതിനകത്ത് തള്ളിക്കളഞ്ഞപ്പോൾ അതൊക്കെ ഡിലീറ്റ് ചെയ്യുന്നത് വന്നിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് നമ്മളത് കാണാതെ ഇരുന്നു. നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ പിന്നീട് അതിനകത്ത് കാണുന്നില്ല. അങ്ങനെ വർക്കും കാര്യങ്ങളുമായിട്ട് നടക്കുന്നതുണ്ട്. അപ്പോൾ അതെല്ലാം പ്രൊമോട്ട് ആകാതെ വീഡിയോസ് സ്റ്റോപ്പായി കിടക്കുമായിരുന്നു. പിന്നെ അതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ മ്യൂസിക് വരെ നമ്മൾ തന്നെ ഇപ്പം മറ്റുള്ളവരുടെ സിനിമയിലുള്ളതോ മറ്റുള്ള മ്യൂസിക് സംവിധായകന്മാരുടെയൊക്കെ നമ്മളെടുത്ത് ചെയ്യേണ്ട കാര്യമല്ല എന്നോർത്ത് ഞാൻ തന്നെ ഇതിനകത്ത് നമ്മുടെ കീബോർഡും കൊണ്ട് നമുക്കിത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, പരിഹരിക്കുക. അപ്പം എല്ലാം സ്വന്തമായിട്ട് തന്നെ നമ്മൾ ചെയ്യാൻ ഉള്ളത്. എന്തിനാ മറ്റുള്ളവരുടെ മ്യൂസിക്കൊക്കെ എടുക്കുന്നതിന് തന്നെ ഓർത്തു. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ മ്യൂസിക് ആഡ് ചെയ്തിരിക്കുന്നവരെ നിങ്ങൾ സൈഡിൽ എൻട്രൻസിലൊക്കെ കാണാം. നമ്മൾ തന്നെ കീബോർഡും കൊണ്ട് അടുത്ത വീഡിയോസിൽ നല്ല സെറ്റപ്പായ മ്യൂസിക്കൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ചെയ്യാതിരിക്കത്തില്ല, ചെയ്യും. പക്ഷേ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോസ് കുറച്ച് ലെന്തിലൊക്കെ പോകും. ഇതൊക്കെ ഒരു 6-7-8 ദിവസം കൊണ്ടാണ് ഇത് വർക്ക് തീർന്നത്. അപ്പോൾ ഒരു വർക്കാണ് കാണിക്കുന്നുള്ളൂ, അതിന് പുറകിൽ കാണിക്കുന്നത് നമുക്ക് അടുത്തടുത്ത് ടേബിളിനകത്ത് ഉണ്ട്. അപ്പോൾ എല്ലാം ഒന്നിച്ച് ചെയ്ത് കാണിക്കാൻ പാടില്ല, സമയം എടുക്കുന്നതുകൊണ്ട് ഓരോ വീഡിയോസ് ആയിട്ട് എടുത്തിരിക്കുക. അപ്പം താല്പര്യപ്പെടുന്നവർ വീണ്ടും പറയാം, നിങ്ങൾ ലിങ്ക് എടുത്ത് കോൺടാക്റ്റ് ചെയ്യുക. അത്യാവശ്യമുള്ളവർ ഏത് വർക്കായാലും 3Dയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. വാൾ പാനലായാലും സീലിംഗ് വർക്ക് കംപ്ലീറ്റ് നമ്മൾ ചെയ്യുന്നത് എല്ലാം 3D ഇൻറ്റീരിയൽ. പിന്നെ
നിങ്ങൾക്ക് താല്പര്യപ്പെടുവാണെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. ഒരുപാട് സംസാരിക്കാനല്ല, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീണ്ടും ഒരു വീഡിയോ നമുക്ക് കാണാം. താങ്ക് യു.